എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? നിന്നോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേ അതൊരു സാധനമാണെന്ന്. അതൊരു സാധനമാണെന്ന് ഞാൻ നിന്നോടൊക്കെ പറഞ്ഞതല്ലേ. കത്തിയില്ലേ കത്തി? എൻ്റെ അമ്മോ. എടാ കാണിച്ചു തരാവേ, നോക്കട്ടെ ഇതിനകത്തത് കാണിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചാനൽ ഹാഷ് ടു ട്രെൻഡിങ് ഫോർ ഗെയിമിംഗ്. ഗൈസ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോക്ക് ഇപ്പൊ 80,000 വ്യൂസ് അടുപ്പിച്ചെന്തോ. ഇത് അപ്ഡേറ്റ് ആവുന്നതേ ഉള്ളൂ, മനസ്സിലായ? ഇത് അപ്ഡേറ്റ് ആവുന്നതേ ഉള്ളൂ. കിൽമോ ബ്രോ താങ്ക് യു സോ മച്ച്. അത് 2 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ് ബ്രോ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. വേറെ ലെവൽ ഒന്നും പറയാനില്ലെന്ന്. പിന്നെ അല്ല, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇത് 1100 പേര്, 6600 പേര് എത്തിയല്ലേ. അതാ പറഞ്ഞ എല്ലാവരും എവിടെ പോയെന്ന്. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ വീഡിയോ. അതൊരു സാധനമാണെന്ന് ഞാൻ പറഞ്ഞ അതാണ്. അവൻ്റെ ഓരോ വീഡിയോയ്ക്കും അവനൊരു യുണീക്നെസ് കൊണ്ടുവരും. ഇതെന്താ പറയാ, ഇതിപ്പോ എക്സാമ്പിൾ നമ്മൾ വിജയ് ഫാൻസിനൊക്കെ വേണ്ടിയിട്ട് പടം ഇറക്കൂലേ, വിജയ് ഫാൻസിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു പടം, അതുപോലെ TVA ഫാൻസിന് മാത്രമായിട്ടുള്ളൊരു പടമായിരുന്നത്. അയ്യോ കിടിലോ അല്ലേ? ഒന്നുകൂടെ കാണുന്ന. എടാ ഞാൻ ഇന്നത് എത്ര വട്ടം കണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഒന്നുകൂടെ കാണാൻ വയ്യ. ഇനി എടാ അതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സീൻ പറയട്ടെ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഫേവറേറ്റ് സീൻ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാവേ. എൻ്റെ ഫേവറേറ്റ് സീൻ ഇതാണ്, ഞാൻ കാണിക്കാം. വെയിറ്റ്, എന്തോ പറഞ്ഞായിരുന്നല്ലോ. ഇതാണ് ഗൈസ് എൻ്റെ ഫേവറേറ്റ് സീൻ. എനിക്ക് ഇതില് ഇതായിട്ട് ഒരു സീൻ ഇഷ്ടപ്പെട്ടില്ല. എന്റെ എൻട്രി അതൊന്നും അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ട സീൻ ഇതാ. ചെലക്കല്ലേ നിനക്ക് വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്തില്ല. 5 മിനിറ്റ് 5 മിനിറ്റ് പാട്ട് എല്ലാം വിഷയമല്ലേ. നീ ഇപ്പോഴും വളർന്നിട്ടില്ലല്ലോ. നീ എത്ര കാലമാടാ. നീ ഇപ്പോഴും മനസ്സിലാക്കണം, നമ്മളത്ര വളരുമ്പോ നീ കേട്ടോ. നമുക്ക് ഓർച്ച എടുക്കാൻ അറിയത്തില്ലല്ലേ. സത്യം പറഞ്ഞ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പാട്ട് 2 വട്ടം കേട്ട് കഴിച്ചു. സത്യമായിട്ടും എന്റെ അമ്മോ. അല്ലടാ നിന്റെ കൂട്ടത്തിലുള്ളവൻ പറയുന്നില്ല നമ്മളെങ്ങ് അടിച്ചു മലത്തിന്. എപ്പോഴാണ് നീ അടിച്ചു മലത്തി ഒന്ന് പറഞ്ഞാക്കാതെന്ന്. സീറ്റങ്ങളെ അടിച്ചിട്ട് അവർക്ക് പോയി മെസ്സ് അടിച്ച പോലെ 14-20 അത് ഏതാ സീനാ? അത് നോക്കട്ടെ. 14-20 ഏതാ നോക്കട്ടെ. 14-20 കൊറേ ഫാൻസ് ഉണ്ടല്ലോ. നോക്കട്ടെ. മച്ചു ഇല്ലാത്ത ചുണ്ടിക്ക് ഇത്ര റിയാക്ഷൻ വേണോ? നിങ്ങളാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്, നോക്കിക്കോളെ. മാത്രമേ നോട്ടീസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, അത് നോക്കിക്കോളെ. പറമ്പ് വെച്ചാൽ പന്നിയത് അവിടെ പെർമനന്റ് ആയിട്ട് ഒട്ടിച്ച് എന്തെങ്കിലും ഒരു സാധനം അവിടെ തള്ളി വെളിയിലോട്ട് ഇരുന്നോട്ടൊന്ന്. അയ്യോ എന്ത് സാധനമല്ലേ ഗൈസ്. കാണാത്തവർ ഡു വാച്ച്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു കണ്ടന്റ് ഇടാൻ നമുക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു. നമ്മൾ ആദ്യം ഒരു അതുപോലെ വേറൊരു സീനുണ്ട് കേട്ടോ ഇതിനകത്ത്. അതുപോലെ വേറൊരു സീനുണ്ട്, ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോളെ. അതും കാണേണ്ട സീനാണ് നിങ്ങള്. ഈ സീൻ നോക്കിക്കോളെ. ഇനിയാണ് എന്റെ ഷോ. വല്ലാത്ത ജീവിതം തന്നെയാണോ നിന്റെ? പയ്യനൊരു കംബാക്ക് ഒക്കെ അടിക്കാനായിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. അന്നേരമേ അടച്ചു കളഞ്ഞടാ. എന്ത് പറയാനല്ലേ. അപ്പൊ കേസ് എന്തായാലും വീഡിയോ ഒക്കെ കാണാത്തവരൊക്കെ കൊറേ റെസ്പോൺസ് വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ. ഞാൻ നോക്കി 2598 കമന്റ്സ് ആയി ഇപ്പൊ തന്നെ.
സോ നിങ്ങളൊക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ നമ്മളെ അറിയിക്കണം. ബ്രിഡ്ജ് കൊണ്ടുപോയെന്ന് വീഡിയോ സത്യമല്ലേ? ബ്രിഡ്ജ് കൊണ്ടുപോയല്ലേ വീഡിയോ? സുനിമോൻ കെട്ട് ഷൗട്ടെക്സോ? എടാ അങ്ങനൊന്നുമില്ല. അഭിപ്രായ വ്യത്യാസങ്ങളും അടിയും പിടിയൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ചെയ്തു തന്നതിൽ രണ്ടുപേരും ക്ലാസിക്കാം, മനസ്സിലായ? അങ്ങനെ ഒരു കമ്പാരിസണിന് ഇവിടെ എൻ്റെ ചാറ്റിൽ അത് പറയരുത്, എൻ്റെ ചാറ്റിൽ അത് പറയരുത്, മനസ്സിലായ? അത് അവരെ രണ്ടുപേരും കമ്പയർ ചെയ്യാം. രണ്ടുപേരുടെയും സ്കിൽ സെറ്റ് ഒന്നും കമ്പയർ ചെയ്യാനുള്ള അതൊന്നും നമുക്ക് ഇത് ചെയ്യാറിയാത്ത നമുക്കില്ല എന്തായാലും. അവർക്ക് രണ്ടുപേർക്കും ഓരോരോ ശൈലിയാണ്. അതിൽ ഇത്രയും നാൾ നീയൊക്കെ തീയും പുകയിട്ടത് അവൻ്റെ വീഡിയോയ്ക്കകത്താ. ഇന്ന് അവര് ആ കമ്പാരിസൺ എനിക്കില്ല. ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇത് വെച്ച് കമ്പയർ ചെയ്ത് എൻ്റെ ചാറ്റിൽ പറയരുത്, മനസ്സിലായ? അതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം ഗൈസ്, എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം. ജോക്കിയുടെ സീൻ അതൊരു എടാ അതിൻ്റെയൊക്കെ ഗ്രേഡ് കണ്ട ഗൈസ് നിങ്ങൾ? ഈ ജോക്കിയുടെ സീൻ ഇതിനകത്ത് ഒരു കമന്റ് കണ്ടായിരുന്നു, വെല്ലപ്പൂ ആണ്ടിലൊരിക്കൽ ആക്റ്റീവ് ആവുന്ന ഒരു ക്യാരക്ടറിന് ഇതിൽ കൂടുതൽ ഓറ ഉണ്ടാക്കി എടുക്കാൻ പറ്റത്തില്ല. നോക്കിയില്ലേ? കാര്യമുണ്ട് ഗൈസ്. കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ ടി വിയിൽ നമ്മൾ കണ്ണാപ്പിയും ബോബോയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഹൈറാർക്കിയെ പറ്റി പറഞ്ഞതിനൊരു വലിയ കാര്യമുണ്ട്. ഇപ്പൊ ജോക്കിയെ വേണമെങ്കിൽ ഇപ്പൊ ജോക്കി ഇനാക്റ്റീവാ. ജോക്കിയെ വേണമെങ്കിൽ ഇപ്പം ഇത് ആരാ? എന്റെ കൊച്ചു വിഷമത്തിലാന്നോ? ലൈവില അയ്യോ അടിച്ച് പിരിഞ്ഞല്ലായിരുന്നു. തോറ്റില്ലേ? കളി നമ്മള് ബോയ്ക്കോട്ട് ചെയ്തു ടൂർണമെന്റ്. ടൂർണമെന്റ് ഓടിക്കേണ്ടി അടി അവിടെ കുറെ ശത്രുക്കളുണ്ട്. 16 ടീമിനെ ശത്രുക്കളാക്കി നമ്മൾ വന്നു. ശത്രുക്കളാക്കി വെരി വെരി സ്കോഡ് പിരിച്ചുവിട്ട് അപ്പൊ ആ ഗ്രൂപ്പ് ഡിലീറ്റ് ആക്കി ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ആക്കിയത്. തോറ്റുപോയി, ഇന്നും തോറ്റുപോയി. എന്ത് പറയാനടാ? അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ആ ഹൈറാർക്കിയെ പറ്റി പറഞ്ഞതിന്റെ മെയിൻ കാര്യം പറയാം ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ആക്ച്വലി ഇപ്പം ജോക്കി ഇനാക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ജോക്കിയെ ഈ സെനാറിയോസിൽ നിന്നൊക്കെ ഒഴിവാക്കി ഇപ്പം നിർത്തിയിട്ട് നമ്മളുള്ള കണ്ടന്റ്സിലുള്ള ആൾക്കാരെ വെച്ച് മാത്രം കണ്ടന്റ് ചെയ്യാം, മനസ്സിലായോ? പക്ഷേ അങ്ങനെയല്ല. ടി വിക്ക് ഒരു ഹൈറാർക്കി നമ്മൾ ടോപ്പ് ഫ്രം ദ ബിഗിനിങ് നമ്മൾ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ ജോക്കി ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ പറയത്തുള്ളൂ. ജോക്കിയുടെ ഇപ്പൊ എന്തൊക്കെ പറയല്ലേ, ലീഡർ എന്നൊരു സാധനം എനിക്കുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ഗോഡ് ഫാദർ ആയിട്ടാണ് കണക്കാക്കണം പുള്ളിയെ. അപ്പം എനിക്കും മുകളിലാണ് എൻ്റെ ടി വിക്കകത്ത് എൻ്റെ ഹൈറാർക്കിയിൽ ഞാൻ പറയണത്. ചിലപ്പോൾ ഡിസിഷൻ മേക്കിങ്സ് ഒക്കെ ഞാൻ പുള്ളിയെ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യാൻ വരാറില്ല, അതുകൊണ്ട് ഞാനാ ചെയ്യണേ. അപ്പം പക്ഷേ നമുക്ക് ഇൻ ഗെയിമിനകത്ത് അങ്ങനെ ഒരു ഹൈറാർക്കി ഉണ്ട്. അതിന് തൊട്ട് താഴെ വരുന്നത് ഇപ്പൊ കറന്റ് ചന്ദ്രനാണ്. നേരത്തെ സരക്ക് രായൻ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ കറന്റ് വരുന്നത് ചന്ദ്രനാണ്. സോ ചന്ദ്രനെ ഇൻ ഗെയിമിൽ അവന്റെ കമാൻഡ്സ് അനുസരിക്കുക എന്നുള്ളത് മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ നിങ്ങളിപ്പോൾ പറയല്ല, ഞാനത് തമാശയായിട്ട് പറയണതല്ല. നിങ്ങളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞാൽ കണ്ണാപ്പിയൊക്കെ ആക്റ്റീവായിട്ട് ഒരുപാട്, അതായത് ഒരു കണ്ടിന്യൂസ് ഒരു 6-7 മാസം ടി വിയിൽ ആക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നൊരു 2-3 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പം നിങ്ങളിപ്പോൾ കുറച്ച് ദിവസം ആക്റ്റീവ് ആവുന്നതിൻ്റെ പുറത്ത് കണ്ണാപ്പിയൊക്കെ പിടിച്ച് ഇപ്പോൾ ഗാർഡിയനോ അങ്ങനെ ഒരു സ്ഥാനത്തോടൊക്കെ നമ്മൾ ആക്കാന്ന് പറഞ്ഞാൽ അതിനും മുകളിലോട്ട് നമ്മുടെ ടി വി ഏറ്റവും ഡൗൺ ആയിരുന്ന സമയത്ത് കണ്ണാപ്പി ബോബോയി ഇവരെല്ലാം ഗ്യാപ്പിലായിരുന്നു, മനസ്സിലായ? ഇവരെല്ലാം ഗ്യാപ്പിലായിരുന്നു. ആ സമയത്ത് നമ്മുടെ ടി വിക്ക് വേണ്ടിയിട്ട് എല്ലാം കൊടുത്തു നിന്ന് ഒരുപാട് പേരുണ്ട്. എക്സാമ്പിൾ സാവേജ്, സ്നൈപ്പ്, മാഡി, നമ്മുടെ മന്ദാരം, കുറേ പേരുണ്ട് അങ്ങനെ. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ വന്നിട്ട് ഒരു സ്ഥാനം അങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ലൈക്ക് അത് ഭയങ്കര ബാലന്, വില്ലു, കീരി, അങ്ങനെ കുറേ പേരുണ്ട്, മനസ്സിലായി? ഞാൻ പറയാം, എല്ലാവരും എടുത്തെടുത്ത് പറയണില്ല, കുറേ പേരുണ്ട്, എനിക്കറിയാം. ഇവരൊക്കെ ഉള്ള സമയത്ത് പെട്ടെന്ന് 10 ദിവസം ഇപ്പൊ കണ്ണാപ്പി കാണാൻ തുടങ്ങിയിട്ട് കൂടിപ്പോയ ഒരു 10-25-20 ദിവസമായിട്ടുണ്ടാവും. അങ്ങനെ ഒരു സ്ഥാനം നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കിന് ഇൻസൈഡ് ദ പ്ലേയേഴ്സിൽ ഈഗോ വരും. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, എല്ലാ ഗ്യാങ്ങുകളോടും ഞാൻ പറയണ ഒരു കാര്യം, ഈ സിനർജി എന്ന് പറയുന്ന സാധനം ഗെയിമിനകത്തും ഡിസ്കോഡിലും ബിൽഡ് ചെയ്യാനുള്ളത് മാത്രമല്ല, റിയൽ ലൈഫിൽ കണ്ട് മീറ്റ് ചെയ്ത് സംസാരിച്ച് ഇൻട്രാക്ട് ചെയ്ത് കൊണ്ടുവരേണ്ട സാധനമാണ്.
അത് ടി വിക്കകത്ത് ഒരു പർട്ടിക്കുലർ സമയത്ത് ഇല്ലാതെ പോയപ്പോഴാണ് ടി വിയുടെ ഡൗൺഫാൾ എന്ന് വന്നത്. അതെനിക്ക് മനസ്സിലായ ഒരു വലിയ കാര്യമാണ്, മനസ്സിലായ വലിയൊരു കാര്യം. അതിനുശേഷം നിങ്ങൾ റീബിൽഡിന് ശേഷം എത്ര മീറ്റപ്പ് വെച്ചെന്നറിയോ ഞാൻ? അത് വെറുതെ അല്ല കൈസ്. ഈ അതിനൊക്കെ നിങ്ങൾ ആലോചിക്കുക, 10, 45 പേരെ, 40 പേരെ, 35 പേരെ നമ്മൾ ഒരു സ്ഥലത്ത് 2-3 ദിവസം ഹോസ്റ്റ് ചെയ്ത് ഫുഡും എല്ലാം ആകുമ്പോൾ നല്ലൊരു എക്സ്പെൻസ് ആവും. ബട്ട് സ്റ്റിൽ അത് ചെയ്യുന്നത് നമ്മുടെ ഗ്യാങ്ങിന്റെ സിനർജി ബിൽഡ് ചെയ്യുക. ഇതിനകത്ത് തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്ന എത്ര പേരുണ്ടായിരുന്നു അറിയോ ഗൈസ് നമ്മുടെ ടി വിയൊക്കെയകത്ത് തന്നെ. ഞാൻ സീരിയസ് ആയിട്ട്, അതായത് ഇവരൊക്കെ പല ഗ്യാങ്ങുകളിൽ നിന്ന് വന്നവരാ. അപ്പോൾ എനിക്ക് അടുത്തൊരു മീറ്റപ്പ് ഒക്കെ ഉള്ള സമയമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനിപ്പം, കാരണം ഇമാരൊക്കെ ഇപ്പോൾ ഒരു വള്ളി മൂഡിലാണ് ഇപ്പോൾ എല്ലാം നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ കോൺഫിഡൻസ് ഒക്കെ എനിക്കൊന്ന് ബാലൻസ്ഡ് ആക്കണം. അത് ഓവറിലേക്ക് പോകാതെ എനിക്ക് ബാലൻസ്ഡ് ആക്കണം. അപ്പോൾ അടുത്തൊരു മീറ്റപ്പ് ഞാൻ ഉടനെ വെക്കും. ടി വിയുടെ ഒരു മീറ്റപ്പ് ഒരു മോസ്റ്റ്ലി ഈ മന്ത് അവസാനം. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും ആദ്യമേയൊക്കെ ഒരു 2 ദിവസം 3 ദിവസം എവിടെയെങ്കിലും ഞാനൊരു നല്ല മീറ്റപ്പ് വെക്കും. അപ്പോൾ അതുകൊണ്ട് ഇവന്മാരടുത്തൊക്കെ ഞാൻ നേരത്തെ ലൈവ് ഇട്ട് നേരത്തെ ഇതാക്കാനുള്ളൊരു കാര്യം പറഞ്ഞേക്കെ. മന്ത് എൻ്റെ ആയിരിക്കും 28 വരെയല്ല ഉള്ളൂ ഈ മാസം. അപ്പോൾ ഒരു മന്ത് എൻ്റെ ആ ഒരു സമയം 25, 26, 27 ഒക്കെ ആയിരിക്കും. ഹാഷ് 1 ആയെന്നോ? ഹാഷ് 1 ആയോ? ഇവിടെ നിർത്തിപ്പോ. എന്ത്? ലെറ്റ്സ് ഗോ. ഹാഷ് 1 ട്രെൻഡിങ്. രണ്ടാമത്തെ ഗെയിം തെറാപ്പിസ്റ്റിന്റെ വീഡിയോ ഉണ്ട് കേട്ടാ. ലെറ്റ്സ് ഗോ. ഹാഷ് എടാ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്, ഞാൻ നേരത്തെ യൂട്യൂബിൽ ലൈവ് ചെയ്യുമ്പോഴോ കണ്ടന്റ് ഇടുമ്പോഴും ഗെയിമിംഗ് കാറ്റഗറി ഇട്ടാൽ പോലും എൻ്റെ സ്ട്രീമിന് 280-300K വ്യൂസ് ഉള്ള സ്ട്രീം പോലും എൻ്റെ ട്രെൻഡിങ് അടിച്ചിട്ടില്ല. ഇപ്പോഴാണ് വന്നത് എനിക്കിത്. സത്യം പറഞ്ഞാൽ ഈ ട്രെൻഡിങ് ഇത്രയും നാളായിട്ട് വന്നിട്ടില്ല. നമ്മൾ എത്ര വീഡിയോ ഇട്ട് നമ്മുടെ ഇതിൽ ഹിറ്റായ വീഡിയോസ് പോലും ട്രെൻഡിങ് കയറിയിട്ടില്ല. ഗൈസ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. IRL സ്ട്രീമോ? ഓണത്തിലെ പോലെ IRL സ്ട്രീം ഈ വട്ടം നമ്മൾ വല്ല മൂന്നാറോ അവിടൊക്കെ ആയിരിക്കും ഇവിടെ എടുക്കുന്നത്. അപ്പോൾ അവിടത്തേക്ക് റേഞ്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. അതെനിക്ക് അറിഞ്ഞുകൂടാ, നോക്കട്ടെ, ഞാൻ ഉറപ്പൊന്നും പറയണില്ല.